നമ്മൾ പ്രതിമകളെയോ ചിത്രങ്ങളെയോ ആരാധിക്കണം? ബൈബിളിന്റെ ഉത്തരമെന്താണെന്ന് നമുക്ക് നോക്കാം. ഇസ്രായേൽ ജനതയ്ക്ക് ദൈവം കൊടുത്ത നിയമങ്ങളിൽ പറയുന്നു, മീതെ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലോ ഉള്ള എന്തിൻ്റെയെങ്കിലും രൂപമോ വിഗ്രഹമോ നീ ഉണ്ടാക്കരുത്. നീ അവയുടെ മുന്നിൽ കുമ്പിടുകയോ അവയെ സേവിക്കുകയോ അരുത്. കാരണം നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ സമ്പൂർണ്ണ ഭക്തി ആഗ്രഹിക്കുന്ന ദൈവമാണ്. പുറപ്പാട് 20:4-5 പറയുന്നു. ദൈവം സമ്പൂർണ്ണ ഭക്തി ആഗ്രഹിക്കുന്നതുകൊണ്ട് നമ്മൾ പ്രതിമകളെയോ ചിത്രങ്ങളെയോ രൂപങ്ങളെയോ ബിംബങ്ങളെയോ മറ്റേതെങ്കിലും പ്രതീകങ്ങളെയോ സ്തുതിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. തുടർന്ന് യെശയ്യാ 42:8 പറയുന്നു, എനിക്കു ലഭിക്കേണ്ട സ്തുതി കൊത്തിയുണ്ടാക്കിയ രൂപങ്ങൾക്കു ഞാൻ നൽകില്ല. അതെ, രൂപങ്ങൾ ഉപയോഗിച്ചുള്ള ആരാധന ദൈവം സ്വീകരിക്കില്ല. ചില ഇസ്രായേല്യർ ഒരു കാളക്കുട്ടിയുടെ പ്രതിമ ഉപയോഗിച്ച് തന്നെ ആരാധിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ ചെയ്തത് ഒരു മഹാപാപമാണെന്ന് ദൈവം പറഞ്ഞു. അത് പുറപ്പാട് 32:7-9 വരെയുള്ള വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രവൃത്തികൾ 17:29 പറയുന്നു, അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ മക്കളായ സ്ഥിതിക്ക് മനുഷ്യരായ നമ്മുടെ കലാവിരുതും ഭാവനയും കൊണ്ട് പൊന്നിലോ വെള്ളിയിലോ കല്ലിലോ തീർത്ത എന്തെങ്കിലും പോലെയാണ് ദൈവം എന്ന് വിചാരിക്കരുത് എന്ന് പറയുന്നു. മനുഷ്യരുടെ കലാവിരുതും ഭാവനയും കൊണ്ട് തീർത്ത പ്രതിമകൾ ഉപയോഗിച്ചുള്ള വ്യാജാരാധനാ രീതിയല്ല ക്രിസ്ത്യാനികളുടെ. അവർ കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് നടക്കേണ്ടത് എന്ന് ബൈബിൾ പറയുന്നു. 2 കൊരിന്ത്യർ 5:7. തുടർന്ന് 1 യോഹന്നാൻ 5:21 വിഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളൂ എന്ന് പറയുന്നു. ഇസ്രായേൽ ജനതയ്ക്കും ക്രിസ്ത്യാനികൾക്കും കൊടുത്ത കൽപ്പനയിൽ പ്രതിമകളോ രൂപങ്ങളോ ഉപയോഗിച്ചുള്ള ആരാധന ദൈവം അംഗീകരിക്കുന്നില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ കത്തോലിക്ക സർവ്വവിജ്ഞാനകോശം ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിന്റെ സത്യ ആരാധന പ്രതിമകളില്ലാത്തതായിരുന്നെന്ന് വിവിധ ബൈബിൾ വിവരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്.